തിരുവനന്തപുരത്ത് 3 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഇന്ന് പ്രത്യേക യോഗം ചേരും. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന RRT സംഘമാണ് യോഗം ചേരുക. ചികിത്സയിലുള്ള 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, ഇവരെ ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്? അജിംസ, സംസ്ഥാനത്ത് ഇപ്പോൾ 3 പേര് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നാവായിക്കുളം സ്വദേശിയായുള്ള ഒരു +2 വിദ്യാർത്ഥി, അതുപോലെ മുള്ളുവിള സ്വദേശിയായിട്ടുള്ള ഒരു 27 വയസ്സുകാരി, തിരുമല സ്വദേശിയായിട്ടുള്ള മറ്റൊരു യുവതി, അങ്ങനെ 3 പേരാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ ഈ കഴിഞ്ഞിടയ്ക്ക് കൂടുതൽ പേരിലേക്ക്, 14 പേർ കഴിഞ്ഞ 2 മാസത്തിനിടെ തിരുവനന്തപുരത്ത് മാത്രം 14 പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. അതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. 2 ആഴ്ച മുമ്പ് ഈ രോഗം സ്ഥിരീകരിച്ച 13 പേര് ഈ രോഗം ഭേദമായി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോവുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റ് 3 പേർക്ക് കൂടി ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വേറെ 2 പേർ കൂടി ഈ രോഗ ലക്ഷണങ്ങളോടുകൂടി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് ഇന്നിപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പ്രത്യേക യോഗം ചേരുന്നത്. റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഇന്നിപ്പോൾ ഈ യോഗം ചേരുക. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ യോഗം ചേരുക. അതിനുശേഷം ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ആരോഗ്യമന്ത്രി ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്തായിട്ട് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ആശങ്കപ്പെടുത്തുന്ന ഒന്നല്ല എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ടെങ്കിലും ഈ രോഗം എവിടുന്നാണ് ബാധിക്കുന്നതെന്ന് കണ്ടെത്താൻ ഇതുവരെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. നേരത്തെ നെയ്യാറ്റിൻകരയിലെ കാവിൻകുളത്തിൽ കുളിച്ച 8 പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചപ്പോഴും ആ രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വ്യക്തതയുണ്ടായിരുന്നില്ല. അത് കാവിൻകുളത്തിൽ തന്നെയാണ് രോഗബാധ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ്. അതേസമയം നാവായിക്കുളത്ത് ഈ രോഗം സ്ഥിരീകരിച്ചപ്പോൾ ആ കുളത്തിൽ കുളിച്ച ആൾക്ക് അവിടെ തന്നെയാണ് രോഗമുണ്ടായെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നാവായിക്കുളത്ത് മറ്റൊരു +2 വിദ്യാർത്ഥിക്ക് രോഗം സ്ഥിരീകരിച്ചത്. അതിന് പിന്നാലെ 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതിന്റെ ഉറവിടം ഇപ്പോഴും അവ്യക്തമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് ഇത്തരത്തിൽ രോഗബാധ ഉണ്ടാകുന്നതെന്ന് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ഒരു യോഗം ചേരുന്നത്.